ഹലോ, വെൽക്കം ബാക്ക് ടു ലിൽ ക്രിയേഷൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ സ്റ്റിച്ചിങ് ആണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു സ്റ്റിച്ചിങ് ആണിത്. ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങോ ഒന്നും വരുന്നില്ല. ആകെ കൂടി ഒരു 3 പോർഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഒരു ഫ്ലവറിന് വേണ്ട ലീഫ്, അതിൻ്റെ തണ്ട്, പിന്നെ ഫ്ലവർ. ഇത്രയേ ഉള്ളൂ ഇതിൽ വരുന്ന സ്റ്റിച്ചിങ്ങുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 6 സ്റ്റാൻഡ്സ് തന്നെ ഉണ്ട്. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു പഫ്നെസ് പോലെ ആ ഫ്ലവർ കാണുമ്പോൾ ഒരു 3D പ്രൊജക്ഷനിൽ നിൽക്കണ പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് തണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ തണ്ടിൻ്റെ ഏറ്റവും അറ്റത്ത് ലൈൻ പോയിന്റിൽ നിന്ന് നമുക്ക് സൂചി താഴ്ന്ന് മുകളിലോട്ട് എടുക്കാം. ഇതുപോലെ എടുക്കുക. അതിനുശേഷം ആ വരച്ച വരയുടെ നമ്മൾ ഏകദേശം സെൻറ്റർ കണക്കാക്കിയിട്ട് അതിന്ന് താഴേക്ക് കുത്തി ഇറക്കുക. ഇനി വേണ്ടത് ആ വരയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുത്തിട്ട് അഗെയിൻ ആ സെൻറ്ററിലോട്ട് തന്നെ വീണ്ടും നമ്മൾ കുത്തി താഴത്തോട്ട് ഇറക്കുക. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ തണ്ട് അവിടെ ക്രിയേറ്റ് ആയി. ഇനി ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ലീഫും ചെയ്യുന്നത്. ഈ ലീഫിൻ്റെ എൻഡിൽ നിന്ന് വീണ്ടും നമ്മൾ സൂചി മുകളിലോട്ട് എടുത്തു. ആ വരയുടെ നമ്മുടെ തണ്ടിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുത്തി താഴത്തോട്ട് ഇറക്കി. ഇത്രയുള്ളൂ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ആണിത്. എല്ലാവർക്കും എളുപ്പമുണ്ടാവും ചെയ്യാനായിട്ട്. ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്യാം. പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ലെങ്ത് ഉള്ള ത്രെഡുകൾ എടുക്കരുത്. അതായത് ഫസ്റ്റ് തന്നെ ചെയ്തു തുടങ്ങുന്ന കുട്ടികൾ ആരും ഇങ്ങനെ ഇത്ര നീളമുള്ള ത്രെഡൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. കെട്ടുപിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതിന് നമ്മൾ 8 പെറ്റൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടില്ലേ? ഇതേപോലെ കെട്ടുപിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ലെങ്ത് ഇല്ലാത്ത ത്രെഡ് നോക്കി എടുക്കുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടുപിടിക്കും. ഇതേപോലെ 8 പെറ്റൽസിൻ്റെയും എൻഡിൽ നിന്ന് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ സൂചി എടുത്ത് കുത്തി നിലത്തോട്ട് ഇറക്കുക. വളരെ ഈസിയാണിത്. നമ്മൾ 1 ലെയർ ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ കുറച്ചും കൂടി എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പ്രോസസ്സ് വീണ്ടും തുടരുകയാണ്. ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇടാൻ പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് യെല്ലോ ത്രെഡാണ്. അതിനുവേണ്ടി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തി മുകളിലോട്ട് എടുത്തിട്ട് ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ത്രെഡ് ഒന്ന് വലിച്ചു പിടിക്കുക.
കണ്ടില്ലേ, ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ നീഡിലുകൊണ്ട് ഒരു ചുറ്റി കൊടുക്കുക. ഞാനിവിടെ 3 പ്രാവശ്യമാണ് ചുറ്റി കൊടുക്കുന്നത്. ഇതുപോലെ ചുറ്റുക. 1 2 3. നമ്മൾ നേരത്തെ കുത്തിയെടുത്ത അതേ പൊസിഷനിലോട്ട് നേരെ തിരിച്ചും കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൂചി മെല്ലെ വേണം തിരിച്ച് എടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ആകെ കെട്ടുപിടിക്കും. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ഫ്രഞ്ച് നോട്ടിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ എൻ്റെ സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.